മത്സ്യത്തൊഴിലാളി സംഘടനകളും നിയമവിദഗ്ധരും കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കാത്തത് ചോദ്യം ചെയ്തെങ്കിലും കഴിഞ്ഞ രണ്ടാഴ്ചയായി സർക്കാർ അനങ്ങിയിരുന്നില്ല. കേന്ദ്രത്തിനാണ് കേസെടുക്കാൻ അധികാരമെന്ന് പറഞ്ഞ് തുറമുഖ മന്ത്രിയും ന്യായീകരിച്ചു. ഒടുവിൽ മുഖ്യമന്ത്രിയും DG ഷിപ്പിംഗും പങ്കെടുത്ത യോഗത്തിൽ MSCക്കെതിരെ കേസ് വേണ്ടെന്ന് തീരുമാനിച്ച കുറിപ്പ് പുറത്തുവന്നതോടെ സർക്കാർ പെട്ടു. ഹൈക്കോടതിയിലെ കേസിലടക്കം ഇത് തിരിച്ചടിയാകാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടു. അവസാനം കേസെടുക്കാമെന്ന് AGയുടെ ഉപദേശം കിട്ടിയതോടെ നടപടികൾ എക്സ്പ്രസ് വേഗത്തിലായി. CPM അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറിയും മത്സ്യത്തൊഴിലാളി നേതാവുമായ C. ഷാംജി പരാതിക്കാരനായി. രാവിലെ ഇമെയിൽ വഴി പരാതി നൽകി. ഉച്ചയോടെ കപ്പലിനെതിരെ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തു. കപ്പലുടമയ്ക്ക് പിന്നാലെ ഷിപ്പിന്റെ മാസ്റ്ററായ റഷ്യൻ പൗരൻ അലക്സാണ്ടറാണ് രണ്ടാം പ്രതി. കപ്പലിലെ മറ്റ് 23 ജീവനക്കാരെയാണ് മൂന്നാം പ്രതികളാക്കിയിരിക്കുന്നത്. അപകടമുണ്ടാക്കും വിധം കപ്പലോടിച്ച് മനുഷ്യജീവനും സ്വത്തിനും അപകടം വരുത്തിയെന്നതാണ് പ്രതികൾക്കെതിരായ കുറ്റം. കപ്പലിൽ നിന്ന് വിനാശകാരികളായ മാലിന്യങ്ങൾ കടലിൽ വീണ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാക്കിയെന്നും FIR-ൽ പറയുന്നു. ഡിലേ ഒന്നുമില്ല. നമുക്ക് അങ്ങനെ ഒരു പരാതി കിട്ടണം. പരാതി അങ്ങനെ ഒരു കോഗ്നിറ്റീവൽ ഒഫൻസ് ഉള്ള പരാതി അങ്ങനെ കിട്ടിയിട്ടില്ല. പരാതി കിട്ടിയതിനു ശേഷം നമുക്ക് വേഗം തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കപ്പൽ മുങ്ങിയതല്ല മുക്കിയതാണെന്ന ആരോപണമാണ് പരാതിക്കാരനായ C. ഷാംജിക്കുള്ളത്. ഷാംജിയുടെ വിശദമായ മൊഴിയെടുത്ത ശേഷം കേസിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് കോസ്റ്റൽ പോലീസ് അറിയിച്ചു. നിലവിൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ മാത്രമാണ് പ്രതികൾക്കെതിരെയുള്ളത്. ഇതിന് എന്തിനാണ് സർക്കാർ ഇത്രയധികം കാത്തിരുന്നതെന്നതാണ് ചോദ്യം. വിഴിഞ്ഞത്തെ മുൻനിർത്തി കപ്പൽ കമ്പനിയെ രക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന പ്രതിപക്ഷ ആരോപണത്തിനും സർക്കാരിന് മറുപടി പറയേണ്ടി വരും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.